എറണാകുളം ചേന്ദമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ വെട്ടിക്കൊന്നു. ഒരാൾക്ക് പരുക്ക്. അയൽവാസികൾ തമ്മിലെ തർക്കമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണം. വെട്ടിക്കൊലപ്പെടുത്തിയ റിതു കസ്റ്റഡിയിലാണ്. ഉഷ, വേണു, വിനീഷ എന്നിവരാണ് മരിച്ചത്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ഈ പ്രതിയായിട്ടുള്ള റിതു റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. കസ്റ്റഡിയിലുണ്ട്. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം? ഇതിൽ പ്രധാനമായും പറയുന്നത് ഇതിൽ അയൽവാസിയാണ് ഈ ആക്രമണം നടത്തിയത്. ഇവർ തമ്മിലുള്ള ഒരു കുടുംബ വഴക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കാരണങ്ങൾ ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് പ്രധാനമായും ഇപ്പോൾ ഈ അതിക്രമം നടത്തിയ റിതു എന്നയാളുടെ ഭാഗത്തു നിന്നാണ് പ്രധാനമായും പലപ്പോഴും ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അയാൾ സമീപവാസികളോട് തട്ടിക്കയറുന്ന ഒരു സ്വഭാവക്കാരനാണ്. അയാൾ ഒരു ലഹരി മരുന്നിന് അടിമപ്പെട്ട ആളാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളാണ്. 2022 മുതൽ റൌഡി ലിസ്റ്റിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 3 കേസുകളിലെ പ്രതിയാണ് ഇയാൾ. നോർത്ത് പറവൂർ, വടക്കേക്കര സ്റ്റേഷനുകളിലെ ഉള്ള പ്രതിയാണ് ഇയാൾ. ഇന്ന് വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 6 മണിയോടുകൂടി ചേന്ദമംഗലത്ത് വീട്ടിലേക്ക് ഇയാൾ ചെല്ലുകയായിരുന്നു. കമ്പി വടിയുമായി ചെല്ലുകയായിരുന്നു. 2 വടി അയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. ഇതിനുശേഷമാണ് ഇവർക്ക് വലിയ രീതിയിൽ തന്നെ ഇവർക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ തന്നെ ഇവർക്ക് വെട്ടുന്നത്. ഇതിൽ വേണുവിന്റെ ഭാര്യ ഉഷ, അവരുടെ മരുമകൾ വിനീഷ എന്നിവരാണ് ഈ ആക്രമണത്തിൽ അവിടെ വെച്ച് മരണപ്പെടുന്നത്. ഇതിൽ പരിക്കേറ്റ വേണുവിന്റെ മകൻ, വിനീഷയുടെ ഭർത്താവ് ജിതിൻ ആശുപത്രിയിലാണ്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്ന ജിതിന്റെ നില അതീവ ഗുരുതരമാണ് എന്നതാണ് പറയുന്നത്. തീർത്തും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാൾ ചെന്ന് കയറിയതാണെന്നുമല്ല, SI ഈ സംഭവം അറിഞ്ഞ് എത്തുകയും അതിനുശേഷം ഇയാളെ പിടികൂടുകയുമാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വടക്കേക്കര പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതായാണ് പറയുന്നത്. ഈ കുടുംബവുമായി ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായ വാക്കേറ്റവും ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ ഈ ഋതുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നോ? നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഇയാൾ ഈ സമീപ വീടുകളിലേക്ക്, പ്രത്യേകിച്ച് ഇവരുടെ വീടുകളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പലപ്പോഴും അവിടേക്ക് കമ്പിവടിയുമായി എത്തുകയും ഈ കമ്പിവടി ഇയാൾ പലപ്പോഴും അവിടെ കയ്യിൽ കരുതി അടുത്ത വീടുകൾ ഭീഷണി മുഴക്കുകയെല്ലാം തന്നെ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. കാരണം ഈ ലഹരി മരുന്നിന് അടിപ്പെട്ട ഒരാളാണ് ഇയാള്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രീതിയിലുള്ളൊരു പെരുമാറ്റം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സമീപ വീടുകളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് നേരത്തെയും ഇയാൾക്കെതിരെ പരാതികൾ നിലവിലുള്ളതാണ് എന്നാണ് പോലീസ് പറയുന്നത്. അത് നേരത്തെ 3 കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാള് നേരത്തെയും 3 കേസുകളുമായി ബന്ധപ്പെട്ട്, അത് ഈ ഇവരുമായി ബന്ധപ്പെട്ടുള്ളതല്ല, മറ്റു പലരുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നോർത്ത് പറവൂരും വടക്കേക്കര പോലീസ് സ്റ്റേഷനുമായിട്ടാണ് ഈ കേസുകളുള്ളത്. അത് മോഷണവും അതോടൊപ്പം തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന അടക്കമുള്ള ഒരു കേസുകളെല്ലാം തന്നെ ഇയാൾ പെട്ടിട്ടുണ്ട്. റൌഡി ലിസ്റ്റിൽ 2022 മുതൽ ഇയാൾ ഉള്ള ഒരാളാണ്. അങ്ങനെ ഇയാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലം വേണ്ടുവോളമുള്ള ഒരാൾ തന്നെയാണ് ഈ ഋതു എന്ന് പറയുന്ന ആൾ. എന്നാലും ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നീങ്ങുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഈ അടുത്ത വീട്ടിലേക്ക് ഇന്ന് കയറുകയും അടിച്ച് അവരെ വീഴ്ത്തുകയുമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ പലപ്പോഴും ഇയാളെ ഒരു ഭീഷണി മുഴക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അത് അങ്ങനെ പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഉണ്ടാകാതെയാണോ ഈ ഋതു അവിടെ ആക്രമിക്കാനായി എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇയാൾ ഈ ലഹരി കടിപ്പെട്ട് വരുമ്പോഴേക്കും പലപ്പോഴും ഈ രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകാറുണ്ട് എന്നതാണ് പറയുന്നത്. അങ്ങനെ നേരത്തെയും ഇതുപോലുള്ള ഒരു സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അയൽവീടുകളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് പ്രതി ഈ പൈപ്പുമായി ചെന്ന് ഈ ഇരുമ്പ് പൈപ്പ് പലപ്പോഴും കയ്യിൽ കരുതി അടുത്ത വീടുകളിൽ ചെന്ന് ഭീഷണി മുഴക്കുന്നതുമായ പല സംഭവങ്ങളും ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. അങ്ങനെയാണ് ഇയാൾക്കെതിരെ ഒരു പരാതിയും കാര്യങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നു. ഇയാൾ ഈ ലഹരി മരുന്നിന് അടിപ്പെട്ട ഒരാളാണ്. നേരത്തെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ പിടികൂടിയിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ഈ സമീപ വീടുകൾക്കെല്ലാം
എല്ലാം തന്നെ നിരന്തരമായിട്ട് ഉപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലാണ് ഇയാളുടെ പെരുമാറ്റം. ഈ ലഹരിക്ക് അടിപ്പെടുമ്പോൾ ആ കല്ലെറിയുക, അത് പലപ്പോഴും വീടുകൾക്ക് നേരെയും ആളുകൾക്ക് എതിരെയും എല്ലാം തന്നെ കല്ലെറിയുക, ഇതെല്ലാം തന്നെ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരാതികൾ ഇയാളെ കുറിച്ച് നിരന്തരമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അരുംകൊലയിലേക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം പോകുമെന്നത് ആരും തന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇയാളെ കണ്ട സംശയം തോന്നി പിടികൂടുകയായിരുന്നു, SI പിടികൂടുകയായിരുന്നു എന്നാണ് റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും ഇങ്ങനെയൊരു പ്രശ്നം ഇയാളാണ് അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് ആ രീതിയിലെന്ന് നേരത്തെയും പോലീസിന് വിവരമുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു അരും കൊലയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. 3 പേര് മരണപ്പെട്ടിരിക്കുന്നു. ഇവരുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ, ഇവരെ മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്കെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടികളെല്ലാം തന്നെ നാളെയാണ് നടക്കുന്നത്. ഇതിൽ ഗുരുതരമായി പരിക്ക് പറ്റിയ വിനീഷിന്റെ ഭർത്താവ് ജിതിൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതര അത്യാസന്ന നിലയിലാണ് എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. വളരെ സാരമായിട്ട് തന്നെ ഇവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ചേന്ദമംഗലം കിഴക്കും പുറത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പറവൂരിൽ പെടുന്ന പ്രദേശമാണ്. എന്നാലും പോലീസ് ഈ സ്ഥലത്ത് എത്തി ഈ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് കേട്ടറിഞ്ഞപ്പോൾ തന്നെ പോലീസ് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നാണ് ഇയാളെ പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ഋതുവെ കൊണ്ടുള്ള വിഷയങ്ങൾ സമീപവാസികൾക്ക് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത് ഇവരുമായിട്ട് ഇപ്പോൾ മരിച്ച വേണുവിന്റെ കുടുംബമായിട്ട് പ്രത്യേകിച്ചും ഇയാൾ പലപ്പോഴും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെയും പരാതികൾ നിലവിലിരുന്നതായിട്ട് പറയുന്നു. ഇന്ന് വൈകിട്ടാണ് ഈ വിഷയത്തിലേക്ക് പോകുന്നത്. നേരത്തെ ബംഗളൂരിൽ ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു. തിരിച്ച് നാട്ടിലെത്തിയ ശേഷമാണ് പിന്നീട് വലിയ രീതിയിലേക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്നത്. അത് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന അരുംകൊലയിലേക്ക് കാര്യങ്ങൾ എത്തി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം ചേന്ദമംഗലത്താണ് ഒരു വീട്ടിലെ 3 പേരെ അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. കസ്റ്റഡിയിലുള്ള ഋതു എന്ന് പറയുന്ന വ്യക്തി സ്ഥിരം കുറ്റവാളിയാണ്. അതോടൊപ്പം ഈ സമീപവാസികൾക്കെല്ലാം പൊതുശല്യമായി മാറിയിരുന്ന ഒരു വ്യക്തിയാണ്. പലവട്ടം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. താക്കീതൊക്കെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തരത്തിൽ വലിയൊരു അരുംകൊലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്.